ഇന്ത്യയിലെ വിസ സർവീസ് ബംഗ്ലാദേശ് നിർത്തിവെച്ചു. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലാണ് വിസ സർവീസ് നിർത്തിയത്. ഒഴിവാക്കാനാകാത്ത സാഹചര്യം കാരണമാണ് നടപടി എന്നാണ് വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ ചിറ്റഗോങ്ങിലെ വിസ സേവനം ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അവിടെയും അത് തന്നെ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തുടർ നടപടി എന്നുള്ള രീതിയിലാണെന്ന് കരുതാമോ? അമൃത, ബംഗ്ലാദേശിലെ യുവനേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ വർദ്ധിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വലിയ വിള്ളൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഡൽഹിയിലുള്ള ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷനാണ് ഇപ്പോൾ പുറത്തൊരു നോട്ടീസ് പതിച്ചിരിക്കുന്നത്. അടുത്ത ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിസ നടപടികളും നിർത്തിവെക്കുകയാണ് എന്ന് നോട്ടീസിൽ പറയുന്നു. ഇത് ഒഴിവാക്കാനാകാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നതെന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ നടപടികൾ ഇനി ഉണ്ടാവില്ല എന്നുമാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഇതേ നടപടി ചിറ്റഗോങ്ങിൽ ബംഗ്ലാദേശിലുള്ള ഇന്ത്യയുടെ ചിറ്റഗോങ്ങിലുള്ള ഹൈക്കമ്മീഷനിലും ഇതേ നടപടി ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അവിടെ നിന്നും വിസ സേവനങ്ങൾ ഇന്ത്യയും നിർത്തിവെച്ചിരുന്നു. ഈ രണ്ട് ഹൈക്കമ്മീഷന് മുമ്പിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കാരണം. ഈ യുവനേതാവിൻ്റെ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. അതിന് പിന്നാലെയാണ് ഇന്ത്യ വിരുദ്ധ വികാരം ശക്തമായി ബംഗ്ലാദേശിൽ അലയടിക്കുന്നത്. അതിനിടയിൽ ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ട മർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ചില കൺസേൺ ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചു. യൂണിറ്റ് സർക്കാർ അതിന് നൽകിയ മറുപടിയിലും ഇന്ത്യ തൃപ്തരല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നില്ല, അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നുമാണ് മുഹമ്മദ് യൂനുസ് സർക്കാർ ഡൽഹിയെ അറിയിച്ചത്. പക്ഷേ അത് പോരാ എന്ന നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. അതിൻ്റെയൊക്കെ പിന്നാലെയായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഈ രണ്ട് ഹൈക്കമ്മീഷൻ്റെയും മുമ്പിൽ ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഡൽഹിയിലെ ഹൈക്കമ്മീഷന് മുമ്പിൽ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിനെതിരെ നടന്നു. ചിറ്റഗോങ്ങിലെ ഹൈക്കമ്മീഷന് മുമ്പിൽ ബംഗ്ലാദേശികളും ഇന്ത്യക്കെതിരെ പ്രതിഷേധിച്ചു. ഈ രണ്ട് സംഭവങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് ഹൈക്കമ്മീഷനും വിസ സർവീസുകൾ നിർത്തിവെക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കാലങ്ങളായി ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണം തന്നെ ഇന്ത്യയുടെ കൈകളായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം കഴിഞ്ഞ കുറേ കാലമായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ വലിയ സൗഹൃദത്തോടു കൂടി പോയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വലിയ പ്രതിഷേധവും അതേപോലെ തന്നെ ജനകീയമായ വിപ്ലവവും, അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുക്കുന്നു എന്ന ഒരു പ്രശ്നത്തെ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബംഗ്ലാദേശിലെങ്ങും ഇപ്പോൾ ഒരു ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വികാരം കൂടി ഉണ്ടാകുന്നത്. മുഹമ്മദ് യൂനുസ് സർക്കാർ അത്തരം നിലപാടുകളില്ല എന്ന് പറയുകയും ഈ അടുത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ സന്ദർശനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കൊലപാതകം, ഹാദിയുടെ കൊലപാതകം, അത് വീണ്ടും കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിക്കുകയാണ്. ഉറ്റ സൗഹൃദ രാജ്യങ്ങളായിരുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ വീണ്ടും വലിയ ഒരു വിള്ളലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, BK സുഹൈലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.